മക്കളെ നമസ്കാരം. നമുക്കിപ്പോൾ ഒരു ഹെൽത്തി ഫുഡ് ഉണ്ടാക്കിയാലോ? കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേനും നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മക്കൾ സ്കൂളിൽ വരാനായി. അപ്പോൾ ചെറിയ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞാവിയൊക്കെ സ്കൂളിൽ വരാനായി. അപ്പോൾ വരുമ്പോൾ തന്നെ എന്താ മണം പിടിച്ചിട്ടാണ് വരിക, കഴിക്കാനുണ്ടാകുക എന്ന് ചോദിച്ചിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വഴക്കാവും. അപ്പോൾ ഇന്ന് പഴം കൊണ്ട് നെയ്യിലിട്ടിട്ട് വാട്ടിയിട്ട് വേണ്ടിയിരിക്കുക. സുഹൃത്തുക്കളെ 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 നേന്ത്രപ്പഴം ഇപ്പം ടൗണിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർ എന്തായാലും വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഴം എടുത്തിട്ട് ചെറുതായിട്ട് അരിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. നമുക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നമ്മൾ പഴം എടുത്തത് ഇങ്ങനെ ചെറുതായിട്ട് അരിയും. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. എന്തായാലും ഇപ്പോൾ വന്നതും ആൾ അടുക്കളയിൽ വന്ന് നോക്കൂല്ലേ, അമ്മയോട് ചോദിക്കുക എന്താണ് അമ്മ ഇന്നും ഉള്ളത് എന്നാണ് ചോദിക്കുക. അപ്പോൾ ആദ്യം എടുത്ത് കൊടുത്തില്ലേ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഇവിടെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ 4 മണിയായി തുടങ്ങിയിരിക്കുന്നു. സമയത്തായി 3:45. 3:45 കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരാൻ സമയമായി. സ്കൂൾ ബസ് ഇപ്പോൾ വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി വേഗത്തിൽ അരിയാതെ പഴം നമ്മൾ 2ആയി പൊളിച്ച് ചെറുതായിട്ട് അരിയുന്നുണ്ട്. പൊളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, റൗണ്ടിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി 2 അരിയാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല നമുക്കും കഴിക്കട്ടെ. ഞാനും എടുത്ത് കുറച്ച് കഴിക്കും, അത് വേറെ വിഷയം. സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും വേണം. അപ്പം വന്നതും ചോദിക്കരുത്. അപ്പം ഇന്ന് ടൗണിൽ പോയി പഴം വാങ്ങിയപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ നോക്കിയത് പുഴുങ്ങി വെച്ചാൽ ഇഷ്ടമില്ല. അപ്പം അതിന് നെയ്യിലിട്ട് കാട്ടിയാൽ ഇഷ്ടമുണ്ട്. പഴമൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ചിരവി എടുക്കണമെന്നുണ്ട്. അപ്പോൾ 1 മൂടി തേങ്ങയുടെ 3/4 ഭാഗവും ചിരകി എടുത്തു കേട്ടോ. നോട്ട് എത്ര എടുത്ത്? 3/4 ഭാഗം ചിരകി എടുത്തിട്ടുണ്ട്. പഴം അരിഞ്ഞു കഴിഞ്ഞു. അടുത്തത് തേങ്ങ ചിരകി വെച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് പാൻ എടുത്ത് വെച്ചിട്ട് നെയ്യ് വേണം. ചായയും കൂടി വെച്ച് 2ഉം കൂടി ആയാലേ സ്പെഷ്യൽ ആയല്ലോ കേട്ടോ. പാല് നമ്മൾ നേരത്തോടെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാലുകാരൻ വരുന്ന സമയത്ത് പാല് ഇവിടെ അളക്കുന്ന ഫ്രണ്ടിൽ വരും. അപ്പോൾ പാല് നേരത്തെ വാങ്ങി വെച്ചു. അപ്പൊ നമുക്ക് ചായ വെക്കാൻ അടുപ്പിത്ത് വെക്കാം. അപ്പൊ ഒരടുപ്പില് ചായയും വെക്കാവും. ഇപ്പോഴത്തെ ഇതില് പാന വെച്ചിട്ട് കത്തിക്കാം. പാന വെച്ചു എണ്ണൊക്കെ തിട്ടുന്നുണ്ട്. ഒരേ ടൈമും ചായയും ആവണം സ്നാക്സും ആവണം. അപ്പൊ അതിനുള്ള പരിപാടിയാണ്. വേണ്ടത് നെയ്യോ? നെയ്യ് എടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് മുഖ്യമായിട്ട് വേണ്ടത് പഴം, തേങ്ങ, പിന്നെ വേണ്ടത് നെയ്യ് അല്ലേ? നെയ്യ്. അപ്പോ അടുപ്പിൽ വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഒരു 3 വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അത് വറ്റിപ്പോട്ടെ, ചൂടാവുന്നതേ ഉള്ളൂ. ചായക്കുള്ള പാല് റെഡി. അപ്പൊ ആരാണ് ഫസ്റ്റ് ആവുക, ചായ ആകുമോ അതോ ഞാനാകുമോ എന്നുള്ള കൺഫ്യൂഷന്റെ 2 പേരും കൂടി അടുപ്പിൽ കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരും ഒരേ ടൈം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീയാണോ ഞാനാണോ, നീയാണോ ഞാനാണോ, ഞാനാണോ നീയാണോ? അപ്പൊ എന്തായാലും ചായ ഫസ്റ്റ് ആകുള്ളൂ എന്നുള്ള ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പാത്രം ചൂടായിരിക്കുന്നു. വെള്ളത്തുള്ളികളൊക്കെ പൊട്ടിത്തെറിച്ച് വറ്റിക്കൊണ്ടിരിക്കുന്നു. 1 തുള്ളിയും കൂടി കേട്ടോ വറ്റാൻ. 1 തുള്ളി ഉരുണ്ട് കളിക്കുന്നു. വറ്റി. അപ്പൊ ചൂടായി. അടുത്തത് നെയ്യ് ഇല്ലേ? അയ്യോ, ചൂടാക്കൂ. അയ്യോ, അതിൽ ചൂടാക്കല്ലേ, കത്തിപ്പോണ്ട. നെയ്യ് കട്ടി പിടിച്ചുവിട്ടാ. മഴയല്ലേ, തണുപ്പായ കാരണം നെയ്യ് കട്ടി പിടിച്ചുവിട്ടാ. അപ്പൊ നെയ്യ് നമ്മളത് പാത്രത്തിലേക്ക് ഒഴിക്കുക. നെയ്യ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലേ? നെയ്യ് മതിയാ? പോരാ, അതേ ഉള്ളൂ ഇല്ലേ? എന്താ വേറെ പൊട്ടിക്കണം അല്ലേ? അപ്പൊ നെയ്യ് ഇതാ ചൂടായി. അപ്പൊ നമ്മൾ ഈ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴത്തിന് നേരെ നമ്മളെങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇനി വേറെ ആരെങ്കിലും വേറെ രീതിക്ക് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഞങ്ങളിതാ നേരെ ചൂടായ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ച പഴത്തിനെ അങ്ങോട്ട് തട്ടി അത് ഇളക്കി കൊടുക്കുക. കുറേ നേരം ഇളക്കണം കേട്ടോ. നമ്മൾ തേങ്ങ അരിഞ്ഞു വെച്ചത് ഇവിടെ ഉണ്ട്. പഴം നമ്മൾ നെയ്യിലേക്കിട്ട് കുറച്ചു നേരം ഇങ്ങനെ ചൂടാക്കി എടുക്കണം. നെയ്യ് ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉള്ള നെയ്യ് നമ്മൾ ആ പാത്രത്തിലുള്ള നെയ്യ് ഫുള്ള് ഒഴിച്ചു കേട്ടോ. ഉള്ള പറഞ്ഞ ഒരു പാത്രം ഉള്ള അതിലൊരു എത്ര ഉണ്ടായിരുന്നു? ഒരു 4-5 സ്പൂൺ ഉണ്ടാവും അല്ലേ? ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചേ ഉള്ളൂ. അപ്പൊ ആ ഉള്ള നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളിപ്പോ കുട്ടികൾ വരുമ്പോഴേക്കും നല്ല ഹെൽത്തി ഫുഡ് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ. അവർ എന്തെങ്കിലും കഴിക്കണം. അവർക്ക് വൈകുന്നേരം വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും സ്കൂൾ വിട്ട് വരുമ്പോൾ. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണ്ടേ. അപ്പൊ അതിന് പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ഫുഡാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം ഒഴിച്ച് നെയ്യ് ഇത്തിരി പോരാട്ടാ. അപ്പൊ കുറച്ച് നെയ്യ് കൂടി ഒഴിക്കണം. നമ്മള് പുതിയത് പൊട്ടിക്കണ്ടെന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചാൽ അപ്പൊ പുതിയത് പൊട്ടിച്ച് അതിലുള്ളത് ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഒരു 2 സ്പൂണും കൂടി കൂടുതൽ ഒഴിച്ചു. 2 അല്ല 3 ആയിപ്പോ 4-5 ടേബിൾ സ്പൂൺ ആയിട്ടാ. കണക്കിന് കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല. നല്ല അതെ, നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല നെയ്യ് ഇങ്ങനെ കാഞ്ഞ് പഴം കൂടി ആകും. നല്ല മണം. നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര. മധുരത്തിന് വേണ്ടി നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണം. നമുക്ക് ഓപ്ഷനൊന്നുമില്ല. പഴത്തിന്റെ മധുരം ഉണ്ടാവും. എന്നാലും നമ്മൾ പഞ്ചസാര തേങ്ങ ഇടുന്നാല് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടുട്ടാ. സുമാറായിക്കൊണ്ടിരിക്കുന്നു. ഒരു ചുവന്ന കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ആവണം, എന്നാലേ ഇഷ്ടമാവുള്ളൂ. അതെ, നല്ലവണ്ണം ഒരു ചുവപ്പ് കളർ വന്നാൽ മാത്രമേ അവർക്കത് ഇഷ്ടമാകത്തുള്ളൂ. ചായ സുമാർ ഇതിന്റെ ഇടയിലൂടെ ചായ തിളയ്ക്കുന്നത് നോക്കണം കേട്ടോ. ഇല്ല, ചായ തിളച്ചിട്ടില്ല, തിള വരുന്നുള്ളൂ. ഇതിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞ് ചായ അപ്പൊ തിളച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആരാണ് ഫസ്റ്റ് എന്നുള്ള ഇതിലാണ് ഇവര് തമ്മിലുള്ള മത്സരം. ചായയും പഴവും തമ്മിൽ. അതെ, ചായയാണോ പഴമാണോ ആദ്യം നമുക്ക് റെഡിയാവുന്നത് എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പൊ അവർ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പൊ ചായ എന്ന് പറയുന്നത് തിള വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അവരവിടെ സൈഡ് വഴിക്കൊക്കെ ചെറുതായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പഴം ചുവപ്പ് കളറായി തുടങ്ങി. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു മത്സരം എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും അപ്പുറത്തപ്പുറത്ത് ഇരിക്കുന്നത്. നോക്കാം ആർക്കാണ് ഫസ്റ്റ് വിജയം എന്നുള്ളത്. എന്തായാലും രണ്ടുപേരും തുല്യതയുള്ളവരാണ്. ചായയും കടിയും അത് കോമ്പിനേഷൻ ആണല്ലോ. അതുകൊണ്ട് അതുകൊണ്ട് അധികം മത്സരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ പഴം ഒരുവിധം ആയിട്ട് ഒരു ചുവപ്പ് കളറൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അടുത്തായിട്ട് നമ്മളൊരു തേങ്ങയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. തേങ്ങ ഇത്തിരി കൂടുതലായി ചെറിയൊന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ഇടാം, സ്വല്പം കൂടി ഇടും. അത് തേങ്ങ അതിലിടുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ചായക്ക് തിള വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ചായയും ആള് മോശക്കാരല്ല, രണ്ടുപേരും ഒരേ ടൈമിൽ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചായ തിളച്ചിരിക്കുന്നു. അവിടെയാണെങ്കിൽ നമ്മൾ അതിൽ പഴത്തിലേക്ക് തേങ്ങ ആഡ് ചെയ്തിരിക്കുന്നു. അത് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നെയ്യിന്റെ കുറവുണ്ട്. ചായ തിളച്ച് നന്നായി തിളച്ചു കേട്ടോ. പൊടിയിടണം. അതിന്റെ ഇടയിൽ തേങ്ങ ഇടാൻ നേക്കരുത്, പൊടിയിടാൻ മറന്നുപോയി. അപ്പൊ അരമുടി തേങ്ങ മതി കേട്ടോ നമുക്കൊരു 3 പഴത്തിന്. നമുക്ക് അരമുടിയും വേണ്ട, അത്ര അരമുടി ചെറിയ നമ്മളിപ്പോ അരമുടി ചെറിയിട്ടുണ്ട്. അരമുടി ചെറിയ 3/4 മുടി ചെറിയ. ചായപ്പൊടി ഇട്ട് കാര്യം അവര് തമ്മിൽ മത്സരമാണെങ്കിലും ചായപ്പൊടി ഇട്ടാലും നമുക്ക് ചായ റെഡിയാവും കേട്ടാ. ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ തിളച്ചു പോയിരിക്കാൻ നോക്കണം. സ്നാക്സും റെഡി ആയിരിക്കുന്നു, ചായയും റെഡി ആയിരിക്കുന്നു കേട്ടോ. പൊടി കുറവുണ്ടോ? ഇല്ല, ചായയാണ് ആദ്യം റെഡിയാകുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും ചായ ഓക്കെ ആയല്ലോ. അപ്പൊ ചായ ആദ്യം റെഡി ആയിരിക്കുന്നു കേട്ടോ. ആദ്യം ചായ. അപ്പൊ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടോ. നെയ്യിലിട്ട് വറുത്തെടുത്തിട്ട് നമ്മള് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫുഡാണ് കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി അവർ വരുമ്പോഴേക്ക് റെഡിയാക്കി വെക്കാൻ പറ്റിയൊരു ഫുഡാണ്. അപ്പൊ അതെ, ചായ നമ്മൾ ഒരേ ടൈമാണ് ചായയും ഇതും വെച്ചത്. പക്ഷെ ഒരേ ടൈമിൽ രണ്ടും ആയിട്ടുണ്ട്. അപ്പൊ ഇനി വരുമ്പോ അവർക്ക് കറക്റ്റ് ആയിട്ട് ചായ എടുത്തു കൊടുക്കാം, അതേപോലെ തന്നെ ഈ സ്നാക്സ് എടുത്തു കൊടുക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാട്ടോ. അപ്പൊ ഒരു ഹെൽത്തി ഫുഡാണ് സുഹൃത്തുക്കളെ. നിങ്ങളും ട്രൈ ചെയ്യാവുന്നതാണ്. നേന്ത്രപ്പഴം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം നേന്ത്രപ്പഴം പുഴുങ്ങി വെക്കും. പിന്നെ ഒരു ദിവസം ഇങ്ങനെയും ചെയ്യും. ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ ചായ റെഡിയായി, ഫുഡും റെഡിയായി കേട്ടോ. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്താണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നേന്ത്രപ്പഴം മുഖ്യം. അതാ കറക്റ്റ് കണ്ട ഇവിടെ കുഞ്ഞാവ് വന്നു കായ് പറ. കുഞ്ഞാവ് അവിടെ പുറത്ത് ഒന്ന് കൈകാട്ടെ. കറക്റ്റ് ടൈം അത് കുറച്ചുകൂടി പുറത്തേക്ക് എന്നാലേ കാണുന്നുള്ളൂ എനിക്ക് എൻ്റെ കൂടെ. അല്ല, കറക്റ്റ് സ്കൂൾ വിട്ട് കുഞ്ഞാവ് വന്നു. നമ്മുടെ ഫുഡ് റെഡിയായി, ചായ റെഡിയായി. ഇപ്പൊ വരും. എന്താണ് നമുക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞത് നോക്കോട്ടാ. എവിടെ അമ്മാമ എവിടെയൊക്കെ നിലം തുടങ്ങി. അതാ കുഞ്ഞാവ് റെഡി വന്നു. ഹലോ, ഹായ്. അമ്മാമ എവിടെയൊക്കെ നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കാണ്. അയ്യോ, തളർന്നോ? വണ്ടിയിൽ വന്ന് തളർന്നോ കുഞ്ഞാവ്? ഹായ് പറയും. നേരെ സ്കൂൾ വിട്ട് വന്നാൽ തന്നെ നേരെ വരുന്നത് പറയ്ക്കാൻ അമ്മ എന്താ റെഡിയായി നോക്കാൻ വരും. ഇനി നല്ല ചായ എടുത്ത് ആദ്യം എനിക്ക്, അത് കഴിഞ്ഞിട്ട് കുഞ്ഞാവേക്ക്. ആ ഡ്രസ്സൊക്കെ ഒരു വെക്കുന്നില്ല, എന്നിട്ട് കഴിച്ചാ പോരെ? കൈയും മുഖമൊക്കെ കഴുകിട്ട് വന്നിട്ട് ചായ കുടിക്കാം.
ശരി, അപ്പൊ നമ്മൾ ഓഫ് ആക്കാൻ പോവാണ്. മതി. ഓക്കെ, റെഡി. അപ്പൊ ഫുഡ് റെഡി. കൈമാറ്റി നമ്മുടെ ഇതാണ് നമ്മുടെ ഹെൽത്തി ബനാന ഫുഡ്. അപ്പൊ നമുക്കൊരു 3 നേന്ത്രപ്പഴം 4 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഹെൽത്തി കുട്ടികൾക്ക് മാത്രം ഇടാൻ മതി. അയ്യോ, കുട്ടികൾക്ക് മാത്രമൊന്നുമില്ല കേട്ടാ, കുട്ടികളത് എല്ലാവരും കൂടെ ആകാനും കേട്ടോ. അതെ, ഇവിടുത്തെ കുട്ടി പറഞ്ഞത് ഇതൊരു കുട്ടിയാണ്. പിന്നെ ഒരു കുട്ടി പറയുന്നത് ഞാനും ഉണ്ട്. ഈ ചെറിയ കുട്ടിക്ക് ആദ്യം അപ്പൊ കുഞ്ഞാവിന്റെ ഒപ്പം തന്നെ ഞാനും കഴിക്കും. ഞാൻ മാത്രമല്ല, എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കഴിക്കും. എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി ഫുഡാണ്, അടിപൊളിയാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോ, പക്ഷെ എന്നാലും നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉള്ളത് വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നെയ്യ്, തേങ്ങാപ്പാലം ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയാക്കാം. ഓക്കെ, ആർക്കൊക്കെയാണ്? ഒന്ന് അച്ചയ്ക്ക്, ഒന്ന് അമ്മയ്ക്ക്, ഒന്ന് കുഞ്ഞാവയ്ക്ക്. ഇതപ്പൊ ചേച്ചിക്ക് അല്ലേ? ഇത് കുഞ്ഞാവ് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് കുഞ്ഞാവേ? ഇന്നത്തെ അടിപൊളിയാണ്. കുഞ്ഞാവ് സൂപ്പറാണെന്നേ പറയുള്ളൂ. ടേസ്റ്റി. ഓക്കെ, അപ്പൊ കുഞ്ഞാവയ്ക്കുള്ള സ്നാക്സ് റെഡിയാണ്, ചായ റെഡിയാണ്. അപ്പൊ എനിക്കുള്ളത് എവിടെ? അപ്പോൾ എനിക്കുള്ള ചായയും കടിയും വന്നിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ക്യാമറ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ചായയും കടിയും കഴിക്കട്ടെ കേട്ടോ. എന്നാൽ പിന്നെ കഴിക്കല്ലേ? കഴിക്കാം. ചായ സ്നാക്സ് ഒക്കെ റെഡിയായി. അത് നമ്മൾ ഇനി കഴിക്കട്ടെ. കഴിച്ച് നമ്മൾ വെക്കണം. നമ്മളപ്പോ ആദ്യം ഗണപതിക്ക് എന്ന് പറഞ്ഞ ആദ്യം നമുക്ക് അത് കുഞ്ഞാവ് കഴിച്ചു. കുഞ്ഞാവ് കഴിച്ചു. അപ്പോ നല്ല സൂപ്പർ സാധനം കേട്ടാ. ഉണ്ടാക്കി കഴിച്ചോളേ, അടിപൊളിയാണ്. കഴിച്ചോ അല്ലേ? നോക്കണം നീ ഉണ്ടാക്കി കൊണ്ട് ഉണ്ടാക്കിയ ആൾക്ക് പിന്നെ കഴിച്ചോടാ. മുഴുവൻ കഴിക്കണ്ട, വായി അടക്കണ്ട. ഓക്കെ, അപ്പൊ ഓക്കെ, സാധനം അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുക, കഴിക്കുക. അപ്പൊ നേന്ത്രപ്പഴം, തേങ്ങ, 2 സ്പൂൺ പഞ്ചസാര, നെയ്യ്, ഇത്രേ ആവശ്യമുള്ളൂ. അപ്പൊ ഇതേപോലെയുള്ള ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ല തമ്പായിരിക്കും. കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ ചായയും വെച്ച് 4 മണിയാകുമ്പോ, 4 മണിയല്ല 4:30. ഇപ്പൊ അത്ര 4:30 4 മണിക്ക് സ്കൂൾ വിട്ട് 3:45 സ്കൂൾ വിട്ട് 4-4:15 ഇവിടെ എത്തും. 4:30 ഓ 4 മണിക്ക് വിടുള്ളൂ. അതാണ് അച്ഛൻ പറഞ്ഞത്, 3:45 വിടും എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞതാണ്. അപ്പൊ ഹെൽത്തി ഫുഡ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ. അപ്പൊ ഇതേപോലെയുള്ള ചെറിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഒന്നും പറയാനില്ലേ? അപ്പൊ ഓക്കെ, ഇതേപോലെയുള്ള ചെറിയ വീഡിയോകളുമായിട്ട് ഇനി വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ എനിക്കുള്ളത് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ക്യാമറ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചായയും സ്നാക്സും കഴിക്കുക അല്ലേ? അതല്ലേ പരിപാടി?